ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കണ്ണൂർ ബോയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പാടുണ്ട്. അപ്പോൾ നമ്മളെ ഹോണർ 7 കുറച്ച് പാടായതുകൊണ്ട് കുറച്ച് സീനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നൊരു ഹോണർ 7X കിട്ടി. അപ്പോൾ അതാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒക്കെ വരണത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് AZ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ അതിലത്ര പാടൊന്നുമില്ല, ഫോണിൻ്റെ ലാഗേ ഉള്ളൂ. ഫോണിന് 4GB ഉണ്ട്, പക്ഷേ എന്നാലും നല്ല പാടാണ്, നല്ല ലാഗ് ഉണ്ട്. അപ്പം ഇനി വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നല്ല പാടുണ്ട്. എന്താ പറയുക, ഈ റെക്കോർഡ് ചെയ്ത് അതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യണേ. അപ്പം നല്ല പാടിലുണ്ടായിട്ടാണ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കരാക്കിൻ കളിക്കാൻ വിചാരിച്ചു. കരാക്കിൻ 1v4 പോയി, സോളോസ് സ്ക്വാഡ് പോയി. അപ്പോൾ എന്താ പറയുക, ഇതിനകത്ത് മെയിനായിട്ട് ചാർജ് വെക്കില്ല. മെയിൻ ഇഷ്യൂ ആയിട്ട് ചാർജ് വെക്കില്ല. ഇപ്പം 100% ചാർജ് ചെയ്തേ. അപ്പോൾ കളി തീരുമ്പോഴത്തേക്ക് 75 ആയിട്ടായി. അപ്പോൾ വല്ലാണ്ട് ചാർജ് കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കരാക്കിനിൽ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പം ഗണ്ണൊക്കെ ലൂട്ടാണ്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം പ്ലേ ആണിത്. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവരും. അപ്പോൾ അതിനകത്ത് ഓരോരോ ഇതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നല്ല ലാഗ് ഉണ്ട്. ഇപ്പം അപ്പുറത്തേക്ക് സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ ഇത് മാപ്പ് അത്ര ഞാൻ കളിക്കാറില്ല, അപ്പോൾ എനിക്ക് അത്ര വലിയൊരു പരിചയമില്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും അത്ര വലിയ അപ്പോൾ ഉസി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉസി ലൂട്ട് ചെയ്തു. അപ്പം അപ്പുറം ഒരു 2 ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, 2x മെയിനായിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല. 2xൻ്റെ സെൻസി എനിക്ക് അത്ര ക്ലിയർ ഇല്ല. അപ്പോൾ ഞാൻ 2x അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. അപ്പുറം 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നാൽ എന്താ അടി കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ കുറച്ചിതായിട്ട് പാനിക്കായിട്ടാണ് കളിക്കണേ. അപ്പോൾ എന്താ പറയുക, ഇപ്പുറത്തുനിന്നൊരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബോട്ടാണ്, പക്ഷെ അവനെ കാണുന്നില്ല. ഇപ്പം അടിക്കാൻ പറ്റിയില്ല. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. FPP ഇട്ട് നോക്കി, പിന്നെ അവനെ കാണുന്നില്ല. വെയിറ്റ് ചെയ്ത് അവൻ വരണേ കാണുന്നില്ല. അപ്പോൾ ഇനി അപ്പുറത്തേക്ക് കുറച്ച് ലാഗ് ഉണ്ടാവുമായിരിക്കും. റെക്കോർഡ് ചെയ്യുമ്പം കുറച്ച് ലാഗ് ഉണ്ട്, കുറച്ച് പാടാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഇതാക്കുക. അപ്പം മുന്നിലൊരു ആളെ കണ്ട്, അപ്പോൾ അടിച്ചു. കുസിനെ കൊണ്ട് അടിക്കുമ്പോൾ തന്നെ അറിയാം അവന് ഒരടി പോലും കൊള്ളണില്ല. അത് ആ ഒരു ലാഗിൻ്റെ ഒരു ഇത് കൊണ്ടാണ്. നമ്മൾ എത്ര വലിച്ചാലും എനിമീൻ്റെ അത്രയൊക്കെ കിട്ടണില്ല, അതാണ്. അപ്പോൾ ഇവിടെ ഞാനിവനെ സ്പ്രേ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. ഞാൻ പിന്നെ ടാപ്പ് ചെയ്തിട്ടാണ് കൊല്ലണത്. അപ്പോൾ അത്രയും കുറച്ച് പാടാണ്, ലാഗ് ഉണ്ട്. അപ്പോൾ റെക്കോർഡ് ഗെയിം പ്ലേസൊക്കെ അപ്പോൾ അത്രയേ പ്രതീക്ഷിക്കണ്ടു, അങ്ങനെ കിട്ടുള്ളൂ. എത്രയോ ഗെയിം പ്ലേ കളിച്ചാലാണ്, എത്രയോ കളി കളിച്ചാലാണ് ഒരു കളി കിട്ടുക. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തേക്ക് ഞാനൊരു നീഡ് എറിയണു. ചുമ്മാ എറിഞ്ഞു. അവിടെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊസിഷൻ ഒന്നും അറിയില്ല. അപ്പം അത് പൊട്ടി, ഒന്നും കിട്ടിയില്ല. നീഡ് ആരും മരിച്ചില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക, എനിമീസ് വരുന്നുണ്ടോന്ന്. അപ്പം അപ്പുറത്തുനിന്ന് അവർ ഒരാളെ ഇത് കേൾക്കുന്നുണ്ട്, ഫയറിങ്ങിൻ്റെ കേൾക്കുന്നുണ്ട്. ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവൻ പുറത്ത് കഴിഞ്ഞാൽ അടിക്കാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ലൂട്ട് വേണം. അപ്പം അങ്ങ് ഉള്ളോട്ടേക്ക് ഒന്ന് പോയിട്ടൊന്ന് എല്ലാവരുടെയും പോയിട്ടൊന്ന് ലൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഓരോ ബിൽഡിങ്ങായിട്ട് ഓരോന്ന് കയറുക. അപ്പോൾ അപ്പുറത്തുനിന്ന് ഫയറിങ് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോയാലും ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കളിച്ചു. എന്താ പറയുക, മെയിനായിട്ടൊന്ന് ഹീലിങ്സൊക്കെ സോളോസ് സ്ക്വാഡ് കളിക്കുമ്പോൾ മെയിനായിട്ട് കുറച്ച് ഹീലിങ്സ് ഞാൻ മെയിനായിട്ട് 3 എടുക്കൽ. അപ്പോൾ ഒരു 4-5 എടുത്ത് വെക്കുക. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഹീലിങ്സ് നല്ല പാടായിരിക്കും. അഥവാ എന്നൊരു ഫൈറ്റൊക്കെ വരുമ്പം ഹീലിങ്സൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും. അപ്പം ആദ്യമേ അഡ്വാൻറ്റേജസ് ഇട്ട് ഇതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ മുന്നിൽ ഇവിടെ നിന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ നിന്ന് ആളെ കാണുന്നില്ല. ഇപ്പം മാക്സിമം ടൈം നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പുറത്തുനിന്നൊരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കുറച്ച് സമയം ഒന്ന് ഇവിടെ ഒന്ന് നോക്കി. പക്ഷേ അവനെ കാണണില്ല, വിസിബിലിറ്റി ഇല്ല അവനെ കാണാൻ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പം TPP എടുത്തിട്ട് തന്നെ കളിക്കുക. മെയിനായിട്ട് സോളോ സ്ക്വാഡ് കളിക്കുമ്പം ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമുക്ക് അടിക്കേണ്ട ആ രീതിയിൽ കളിക്കണം സോളോ സ്ക്വാഡൊക്കെ കളിക്കുമ്പം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഈ വീട്ടിലാണ് ആദ്യമേ എനിമി ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കി, അവന്മാരെ ഇവിടെ നിന്ന് പോയി.
അപ്പോൾ ഇവിടെയൊക്കെ സേഫാണ്. അപ്പോൾ ഇവിടുത്തെ ലൂട്ട് ക്രേറ്റ് ഒന്ന് ലൂട്ട് ചെയ്യാം. M4 ഉണ്ട്, M7 ഉണ്ട്. അപ്പം നമുക്ക് M4 M7 എടുക്കുക. അപ്പോൾ M4 എടുത്തു. അപ്പോൾ ഉസിക്ക് ബുള്ളറ്റ് കുറവാണ്, അപ്പം M7 കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ M7 ഇതിപ്പോൾ ഇരുന്നിട്ട് കിട്ടണില്ല. അപ്പോൾ M7 കിട്ടി, M7 കിട്ടി. അപ്പോൾ ബാക്കി എല്ലാം വേണ്ടാത്തൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഇനി അപ്പോൾ ഫൈറ്റ് എടുക്കുന്നുണ്ട് അപ്പുറമൊക്കെ. അപ്പോൾ ഒന്ന് കുറച്ച് അഡ്വാൻറ്റേജായി കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഡ്രിങ്കൊക്കെ അടിച്ചു. ഏത് ഫൈറ്റ് പോകുമ്പോൾ നമ്മളൊരു ഡ്രിങ്ക് അടിച്ചിട്ട് പോകാൻ നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലൈഫ് കുറയുമ്പോൾ ആയാലും അത് കുറച്ചായിട്ട് കൂടും. അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. അപ്പം മാക്സിമം ഒന്ന് ഞാൻ ഇപ്പോൾ കവർ എടുത്ത് കളിച്ചു. അപ്പം ഫുഡ് സ്റ്റെപ്പ് കേട്ടു. അപ്പോൾ അതൊരു ബോട്ടായിരുന്നു. ബോട്ടായിരുന്നു അത് എനിമിയാന്ന് ആദ്യം വിചാരിച്ച്. അപ്പോൾ ബോട്ടിനെ അടിച്ചു. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു ഉസി സ്പ്രേ കിട്ടി. കവറിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്കൂടെ ഫ്ലാങ്ക് ചെയ്ത് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലേക്കൂടെ കയറിയപ്പോൾ എന്താ പറയുക, ഈ വഴി കയറിയാൽ കിട്ടുമെന്ന് വിചാരിച്ചു. അവനെ ഫ്ലാങ്ക് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ്റെ പൊസിഷനോ ഈ മാപ്പ് അറിയാത്തതുകൊണ്ടൊന്നും ഒരു പിടുത്തില്ല. അപ്പോൾ ഹീലിങ്സ് ഉണ്ട്, 5 പോയിൻ്റ് ഉണ്ട്. അത് രണ്ടും എടുത്തു. ലെവൽ 3 ബാഗ് കിട്ടി, ഒരു 3x കിട്ടി. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. ഇങ്ങോട്ട് കയറിയപ്പോൾ എന്താ പറയുക, ഈ മാപ്പ് കളിക്കാത്തതുകൊണ്ട് ഒട്ടും അറിയില്ല. ഈ മാപ്പ് ഒട്ടും അറിയില്ല വെച്ചാൽ ഒട്ടും എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ഇതായിട്ട് കളിച്ചു, TPP വെച്ച് കളിച്ചു. അപ്പം അപ്പുറത്തുനിന്ന് ഫയറിങ് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ക്ലോസ് നിന്നൊരു ഫയറിങ് കേട്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഏതാ വീടെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഫ്ലാങ്ക് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പുറത്തുനിന്ന് ഫുഡ് സ്റ്റെപ്പ് കേട്ടോണ്ട് അപ്പം ഇതിൻ്റെ മണ്ടക്കയിലേക്ക് കയറുന്നതാണ്. മണ്ടയ്ക്ക് കയറിയപ്പോൾ എന്താ പറയുക, ഒരു പൊസിഷനൊന്നും കിട്ടിയില്ല. എനിക്കെങ്ങനെ അടിക്കണമെന്നൊന്നും മനസ്സിലായില്ല ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും മാറണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ വിചാരിച്ചു. ഇത് നല്ല ലാഗ് ഉണ്ട്, അതാണ് ഇങ്ങനെ ഈ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയി കളിക്കണേ, അതാണ്. അപ്പോൾ താഴോട്ടേക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ഇതൊക്കെ അതാണ് സീൻ, അതാട്ടോ. അതാണ് ഭയങ്കര ലാഗ് ആയതുകൊണ്ടാണ്. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ കുറച്ചങ്ങനത്തെ ഓരോ സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇതാക്കുക, അവോയ്ഡ് ചെയ്യുക അതൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് അവർ ക്ലോസിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പം എപ്പോഴും നമ്മൾ നമുക്ക് ഒരു പൊസിഷൻ കിട്ടണം അവരടിക്കാൻ, അങ്ങനെ വെച്ച് കളിക്കാം. അപ്പം ഈ വീട്ടിൽ അവന്മാരുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ M7 എടുക്കുന്നതായിരിക്കും നല്ല വിചാരിച്ചു. ക്ലോസ് റേഞ്ച് M7 സ്പീഡ് പവറും ഉള്ളതുകൊണ്ട് അപ്പം M7 എടുത്തു. അപ്പോൾ അവരെ ഫുഡ് സ്റ്റെപ്പ് കേട്ടു. അപ്പോൾ ഒരു ഡ്രിങ്ക് അടിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്ന് അവൻ കിടക്കുന്ന സ്നേക്ക് ആയതിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫൈറ്റ് ചെയ്താൽ സീനാവും. ഇവിടെ ഒരു മോൾട്ടോ എറിഞ്ഞ് നോക്കാം, ഒരു പ്രീനീഡോ അല്ലെ ഒരു മോൾട്ടോ എറിഞ്ഞ് നോക്കാൻ വിചാരിച്ചു. ഇവിടെ അഥവാ അവൻ കിടക്കുന്നുണ്ടെങ്കിലോ വിചാരിച്ചിട്ട്. പക്ഷെ അവൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആദ്യം വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ പൊസിഷൻ ഞാൻ നോക്കാവുന്ന വിചാരിച്ചത്, പക്ഷെ അവനായില്ല. അപ്പം നമുക്ക് ഇത് മുകളിലോട്ട് കയറി പോകുന്ന നല്ല മണ്ടത്തിലാണ്. അപ്പം ഈ വീട്ടിൽ കയറാൻ നമുക്ക് പൊസിഷൻ കിട്ടുന്ന പോലെ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് അവൻ അവിടെ എന്നെ TPP എടുത്ത് നിൽക്കണേ കണ്ടേ. അപ്പം അവൻ നോക്കാക്കി ഞാൻ ഫ്രീ ഫയർ ചെയ്തു. പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല, കവറിൽ കയറി. അപ്പം അങ്ങോട്ടേക്ക് കയറാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നീഡ് ഉണ്ടെങ്കിൽ കയറിയാൻ വേണ്ടി നോക്കുക. അപ്പം നീഡില്ലാത്തതുകൊണ്ട് കയറാൻ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും, പക്ഷെ അല്ല, അവനിവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോയിട്ട് ഫ്രീ ഫയർ ചെയ്ത് കയറി. അപ്പോൾ അവൻ കഴിഞ്ഞു. അപ്പോൾ ആ സ്ക്വാഡ് വൈപ്പായി. അപ്പോൾ ഞാൻ കുറച്ച് ലൂട്ടൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഹോളോഗ്രാഫി കുറച്ച് പാടാണ് അടിക്കാൻ. അപ്പോൾ ഹോളോഗ്രാഫി എടുക്കാറില്ല. അപ്പം അങ്ങോട്ടേക്ക് ഫൈറ്റ് ഉണ്ട്, സോണിലേക്കും കയറണം. അപ്പോൾ സോണിലേക്ക് കയറാനുള്ള പ്ലാനിൽ അങ്ങോട്ടേക്ക് ഓടി. എന്താ പറയുക, ഇനി ഇവിടെ എനിമീസ് ഉണ്ടോ അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഒന്ന് ഇതായിട്ട് പോകണമെന്ന് വിചാരിച്ചു, അതാണ്. അപ്പോൾ ഗണ്ണും പിടിച്ചിട്ട് തന്നെ ഓടി. അപ്പോൾ എന്താ പറയുക, ആ മലേൻ്റെ മുകളിൽ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നേരത്തെ നമുക്കൊരു ഫൈറ്റ് നടന്നായിരുന്നില്ലേ, അപ്പോൾ അവിടെ അവന്മാർ വെയിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. ഒരു ബോട്ട് ഒന്ന് കിട്ടി,
അവൻ കഴിഞ്ഞു. അപ്പോൾ ഇനി സോണിലേക്ക് കയറണം. സോണിലെത്തി. ഇനി അവിടെ നിന്ന് ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അവന്മാരെ ക്ലോസും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം അങ്ങോട്ട് കയറി വരുമ്പോൾ ഓപ്പണിൽ വരുമ്പോൾ അവർക്ക് അടിക്കാൻ വേണ്ടി നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ എന്തായാലും നോക്കി കയറാം, ചുമ്മാ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചുകൊണ്ട് കയറി. അപ്പോൾ അവന്മാരെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ അവൻ ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു. എന്നെ നോക്കിയിട്ട് സൗണ്ട് കേട്ടായിരിക്കണം അവൻ ഇങ്ങോട്ട് കയറി അടിച്ചു. ഞാൻ വിചാരിച്ചു ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ വിചാരിച്ചു. അപ്പം ഈ ഗ്ലൂവിൻ്റെ ബാക്കിലേക്ക് ഞാൻ ഇങ്ങോട്ട് പോയി. പിന്നെ വിചാരിച്ചു ഫ്ലാങ്ക് ചെയ്ത് അടിക്കാൻ വിചാരിച്ചു. അപ്പം ഫ്ലാങ്ക് ചെയ്ത് അടിക്കുമ്പോൾ ഇത് വെച്ചാൽ 2 ആളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതിൽ അങ്ങനെ രീതിയിൽ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫ്ലാങ്ക് ചെയ്തു. അപ്പം ഫ്ലാങ്ക് ചെയ്യുമ്പോൾ ഇപ്പം അയാൾ അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം ഹെഡ് കൊള്ളും, ഞാൻ വേഗം മരിക്കും. എനിക്ക് ലെവൽ 1 വെസ്റ്റും ആണ്, ഹെൽമെറ്റും ആണ്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ M7 എടുക്കാൻ വിചാരിച്ചു. M7 പവർ ആയതുകൊണ്ട് അപ്പോൾ മുന്നിൽ അവൻ വന്നു, അവനെ ഞെക്കി. അപ്പോൾ നമുക്ക് കില്ല് വേണ്ടി ഞെക്കി. അപ്പം ഇവിടുന്ന് ആദ്യം ഫ്ലാങ്ക് ചെയ്യാൻ വിചാരിച്ചു. മറ്റവൻ ഇപ്പോൾ അഡ്വാൻറ്റേജ് ആണ്, ബട്ട് എന്നാലും നോക്കിയിട്ട് ഓടി. അപ്പം അവൻ ഇവിടെ മുകളിലെത്തി. അപ്പം അവൻ എന്തായാലും എൻ്റെ പൊസിഷൻ റിവീൽ ചെയ്തു. അപ്പം ഞാനിവിടെ TPP എടുത്തു. M7 വെച്ച് അടിക്കാനുള്ളൊരു പ്ലാനിൽ തന്നെയല്ലേ. അപ്പം ഈ ഫൈറ്റിനിടയ്ക്ക് എനിക്ക് നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ക്ലോസും ചെയ്യുന്നോളൂ, അപ്പുറത്തുനിന്നും ഫൈറ്റ് ഉണ്ട്. അപ്പം നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡ്രിങ്കൊക്കെ അടിച്ചിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു. അപ്പം മോൾട്ടോ എടുത്തിട്ട് ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കി, അഥവാ കിട്ടിയാലോ ഉള്ള രീതിയിൽ. അപ്പോൾ അവിടെ ഇല്ലോണ്ട് അവൻ അങ്ങോട്ട് എറിഞ്ഞു. പക്ഷെ അവനത് എഫക്റ്റായിട്ടൊന്നുമില്ല. അവൻ എൻ്റെ അടുത്തേക്ക് ക്ലോസും ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ചുമ്മാ ഒരു സ്മോക്ക് എറിയാൻ വിചാരിച്ചു. പക്ഷെ ടൈം കിട്ടിയില്ല, അവൻ ക്ലോസും ചെയ്തു. അപ്പോൾ ഞാൻ TPPൻ്റെ അടുത്ത് നിന്നു. എന്താ വെച്ചാൽ അവൻ കയറട്ടെ, എൻ്റെ അടുത്തേക്ക് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകണ്ട എല്ലാ രീതിയിൽ ഞാൻ ഇവിടെ നിന്നു. അവൻ അത്യാവശ്യം കളിക്കുന്ന അവനെ ഞാനിപ്പോൾ ഫ്രീ ഫയർ ചെയ്തു, അതായിരിക്കും മെയിൻ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രീ ഫയർ ചെയ്തു. പക്ഷേ ഞാൻ ഫ്രീ ഫയർ ചെയ്തുകൊണ്ടേ നിന്നു. അതാണ് ഈ ഫൈറ്റിൽ ഇപ്പം ഇത് സംഭവിച്ചത്. അവൻ ഫൈറ്റ് ചെയ്തു, ബാക്കിട്ട് ഇറങ്ങി, അങ്ങനെ കളിച്ചു ഞാൻ. പക്ഷേ അവൻ്റെ ആ ഒരു ഇതിനകത്ത് തന്നെ പോയി. അപ്പോൾ ഈ ഫൈറ്റ് നമുക്ക് നൈസായിട്ട് അടിക്കാൻ പറ്റി. ഇനി 8 ആളെ ലൈവ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇതായി കളിക്കണം, കുറച്ച് എന്താ പറയുക കറാക്കിനും അല്ലേ, അപ്പം കുറച്ച് ഇതായി കളിക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഇവൻ്റെ ലൂട്ടൊക്കെ എടുത്ത് ഇനി 2x ചാടി. 2x വേണ്ട, അടിക്കാനാവില്ല. അപ്പോൾ 2x ചാടി. അപ്പോൾ ഇനി അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. എന്താ പറയുക, അപ്പം അത്യാവശ്യം ലൂട്ടൊക്കെ ആയി. അപ്പോൾ ഇനി 7 ആളുണ്ട് അപ്പോൾ ലൈവ്. അപ്പോൾ കുറച്ച് ഇതായിട്ട് കളിക്കണം എന്ന് വിചാരിച്ചു. അപ്പം മുന്നിൽ പോകുമ്പോൾ ഒരു ബോട്ട് ഓടുന്നുണ്ട്, സൗണ്ട് കേട്ടു. അപ്പം അവനെ അടിച്ചു, അവനെ ഒടുങ്ങി. അപ്പോൾ ഇനി ഞാൻ സ്പോട്ടായിരിക്കും, എന്തായാലും സ്പോട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ബാക്കിൽ നിന്ന് ഇനിമി ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനിൽ നിന്നു. അപ്പോൾ കുറച്ച് പാട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു. അപ്പം അവിടേക്ക് എന്താ പറയുക എനിമീസ് ഉണ്ടായിട്ടില്ല, ലൂട്ടി ഇങ്ങോട്ട് വരണമായിരുന്നു. അപ്പം ഇങ്ങോട്ടൊരു മല കണ്ടു. അപ്പം അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. താഴെയൊന്നും ആൾക്കാരില്ല. അപ്പം ഇനിയൊരു സ്ക്വാഡേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കയറി നേരം ഒരുത്തനെ കണ്ടു, 6x ഇട്ട് കിടന്ന് അടിക്കാനുള്ള പ്ലാനിൽ അടിച്ചു. അപ്പം അവൻ നല്ല ടാഗായിരുന്നു, നോക്കായി. അപ്പോൾ ഞാൻ കവറിൽ കയറി. അവൻ്റെ ടീമേറ്റ്സ് എന്തായാലും എന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം കവറിൽ കയറിയിട്ട് ഇതുവഴി ഫ്ലാങ്ക് ചെയ്ത് അടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം അങ്ങോട്ട് അവരെ ക്ലോസും ചെയ്ത് അടിക്കാനുള്ള പ്ലാനിൽ കയറി. അപ്പം സോൺ ഇപ്പം മാറിയില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ കയറാനുള്ളൊരു പ്ലാനിൽ നിന്നു. അപ്പോൾ കയറിയപ്പം ഇവിടെ നിന്ന് ഇപ്പം ഈ വീട്ടിലിപ്പോൾ ആളില്ല അവൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ മലയിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. ക്ലോസും ചെയ്ത് അടിക്കുന്നതായിരിക്കും നല്ല, ലോങ് നിന്ന് അടിക്കുന്നതിനെക്കാട്ടും നല്ല. അപ്പോൾ അവിടെ നിന്ന് അടിക്കുന്നതിനായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ അവൻ്റെ ടീമേറ്റ് കണ്ടു, എനിക്ക് പക്ഷേ അടിക്കാൻ പറ്റിയില്ല. ആ ടൈം സ്പ്രേ ചെയ്തത്, പക്ഷേ ലാഗായിപ്പോയി, സഡനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ നോക്കായ അവനെ ഒന്ന് നോക്കി, ആ താഴെപ്പോൾ വരുന്നവനെ നോക്കി, അവൻ ക്ലോസും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പുറത്തേ കൂടി അടിക്കാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അവനെ കാണണില്ല, അപ്പോൾ അവനെ വ്യൂ ഇല്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക ഒന്ന് നോക്കാനുള്ളൊരു പ്ലാനിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് വിടണ്ട എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു നിന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ സോൺ ഔട്ടും ആണ്. അപ്പം അഡ്വാൻറ്റേജ് തന്നെ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അപ്പുറം അവൻ്റെ ടീംമേറ്റിനെ കണ്ടു.
അവൻ്റെ ടീമേറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഞാൻ കുറച്ച് പാനിക്കായി. അപ്പോൾ ആരടിക്കണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ താഴത്തെ അവൻ റിവായൊന്നും അപ്പോൾ എന്തായാലും ഇനി എന്താ പറയുക, ഒന്ന് സ്മോക്ക് ഇട്ടു. അപ്പം ഇതാവും. അപ്പോൾ അവന് എന്താ പറയുക, അവൻ സോൺ ഔട്ടായി. അവനെ അടിച്ചു. അവൻ നല്ല ഹെൽത്ത് പോയിട്ടുണ്ടാവും. കിട്ടി, അവനെ ഉറക്കി. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ഇപ്പോഴത്തെ കൂടെ കയറി. ഞാൻ അടിക്കുന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഭയങ്കര ലാഗായിപ്പോയി, അടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കളി കഴിഞ്ഞു. അപ്പോൾ #2 അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.